കോടതിയും കേസും തുടങ്ങിയത് അല്പകാലം മുൻപാണ്, 2-3 വർഷങ്ങൾക്ക് മുൻപ്. അന്ന് കാന്തപുരത്തിന് അത്യപൂർവമായൊരു വസ്തു കിട്ടി. അന്ന് മുതലാണ് ഈ കേസുകെട്ട് തുടങ്ങിയത്. ഓരോ സ്റ്റെപ്പായി എഴുന്നേറ്റുകൊണ്ട് അതിലേക്ക് നിശ്ചയിച്ച സ്ഥലത്തുകൂടെ പോയിട്ട് നിങ്ങൾ കാണണം. തികച്ചു ഒഴിവാക്കൽ നിർബന്ധമാണല്ലോ. കാന്തപുരത്തിന് കിട്ടിയത് മറ്റൊന്നുമായിരുന്നില്ല, നബിയുടെ മുടിയാണത്രേ. ആദ്യം അത് മർക്കസിൽ പ്രദർശിപ്പിച്ചു. പിന്നീട് അതിട്ടുവെച്ച് പരിശുദ്ധമാക്കിയ പച്ചവെള്ളം കുപ്പിക്കണക്കിന് വിറ്റ് ഭക്തരിൽ നിന്ന് പണം സമാഹരിച്ചു. ഇത്രയുമൊക്കെ ചെയ്തത് പരിശുദ്ധമായ ആ മുടി സൂക്ഷിക്കാനായി ഒരു മഹാമസ്ജിദ് പണിയാനുള്ള മുടക്ക് മുതൽ സ്വരുക്കൂട്ടാനായിരുന്നു. ഈ ഘട്ടത്തിൽ ലീഗ് സമസ്ത ഒരു സംശയം ഉന്നയിച്ചു. 2 മുനകളുള്ള ഒരു സംശയം. ഒന്ന്, മുടി നബിയുടേത് തന്നെയാണോ? 2, കാന്തപുരം AP അബൂബക്കർ മുസ്ലിയാർ വിശ്വസിക്കാൻ കൊള്ളാവുന്നയാളാണോ? അങ്ങനെ പ്രവാചകന്റെ മുടിയാണെന്ന് തെളിയിക്കൽ കത്തിക്കൽ കൊണ്ടേ സാധിക്കുള്ളൂ എങ്കിൽ അത് കത്തിച്ച് തന്നെ കാണിച്ചു കൊടുക്കണം. പ്രവാചകന്റെ മുടിയെ നിന്ദിക്കലല്ലാതെ പ്രവാചകന്റെ മുടിയുടെ ശ്രേഷ്ഠത ഒന്നും കൂടി ലോകത്തിന് കാണിച്ചു കൊടുക്കലാണ്. അതുകൊണ്ട് അത് കത്തിച്ച് കാണിച്ചു കൊടുക്കണം. അതാണ് ഇപ്പൊ ആ മുടിന്റെ ആളുകൾ ചെയ്യേണ്ടത്. കത്തിച്ചാൽ കത്തുകയില്ലെന്നത് തീർച്ച. പക്ഷേ അത് കത്തിച്ചു നോക്കാൻ പാടില്ലെന്നാണ് ഞങ്ങൾ മതത്തിൽ വിശ്വസിച്ചിട്ടുള്ളത്. കത്തിച്ചു നോക്കാൻ ഒരിക്കലും പാടില്ല. അങ്ങനെ കത്തിച്ചു നോക്കി പരിശോധിക്കണമെന്ന് ഇസ്ലാം കൽപ്പിച്ചിട്ടുമല്ല. പ്രവാചകന്റെ കാലത്തും അതിന് ശേഷവും അത് കത്തിച്ചു നോക്കിയല്ല.
വിശ്വസ്തരായ ആളുകളിലൂടെ ലഭിച്ചു എന്നതാണ് അതിന്റെ രേഖ. അത് ഞങ്ങൾക്ക് ലഭിച്ചിട്ടുണ്ട്. തർക്കം മുറുകിയപ്പോൾ എതിർപക്ഷവും കൊണ്ടുവന്നു ഒരു മുടി. അത് നബിയുടേതാണോ അല്ലയോ എന്ന് തെളിയിക്കാൻ കത്തിച്ച് പരീക്ഷിക്കാൻ വരെ അവർ തയ്യാറായി. അപ്പോൾ കാന്തപുരം മറ്റൊരു സത്യം വെളിപ്പെടുത്തി. ഇപ്പൊ അവസാനം എവിടെ എത്തി? മർക്കസു തഖാഫത്തി സുന്നിയയിൽ 6 കൊല്ലം മുമ്പ് ലഭിച്ച ഷഹർ മുബാറക്ക് എവിടെ നിന്നാണോ എനിക്ക് കിട്ടിയത് അവിടെ പോയിട്ട് ഇവരും വാങ്ങി. അതാണ്ടായത്. നമുക്ക് കിട്ടിയ അദ്ദേഹത്തിൽ നിന്ന് തന്നെ സുബ്ഹാനല്ലാഹ് ഇവരും പോയി വാങ്ങി. ഞങ്ങൾ ചെമ്മാട് ദാറുൽ ഹുദ എന്നൊരു സ്ഥാപനമുണ്ട്. ആ സ്ഥാപനത്തിന്റെ ഫോട്ടോ കാണിച്ചു കൊടുത്തു. ആ സ്ഥാപനത്തിന്റെ കുട്ടികളെ ഫോട്ടോ കാണിച്ചു കൊടുത്തു. എന്നിട്ട് ഇങ്ങനെ തൊട്ട് കാണിച്ചു കൊടുത്തിട്ട് ഇവിടെ ഇതിന്റെ മുകളിൽ ഞങ്ങളൊരു കുപ്പയുണ്ടാക്കും. ഗ്ലാസ് വെച്ചിട്ട് നല്ല കുപ്പയുണ്ടാക്കി അതിൽ ഞങ്ങൾ സൂക്ഷിക്കും. നിങ്ങളെ പേര് അവിടെ എഴുതും. എന്നിട്ട് ഖിയാമത്ത് നാൾ വരെ നിങ്ങൾക്ക് ദുആ കിട്ടും. അതുകൊണ്ട് നിങ്ങളിൽ നിന്ന് ഞങ്ങൾക്കും റസൂലുള്ളാഹിന്റെ ഷഹർ മുബാറക്ക് തരണമെന്ന് കേണപേക്ഷിച്ചപ്പോൾ എനിക്ക് തന്ന ആൾ അവർക്കും കൊടുത്തു. അങ്ങനെ പറഞ്ഞ് എവിടെ വരെ എത്തി? നബിയുടെ മുടി വിൽപ്പനയ്ക്ക് വെച്ചിരിക്കുന്ന ആളുകൾ വരെ ഈ ദുനിയാവിലുണ്ട് എന്ന സത്യം വരെ എത്തി. വിൽക്കുന്നവരുണ്ടെങ്കിൽ വാങ്ങുന്നവരും ഉണ്ടാവുമല്ലോ. വിൽക്കുന്നവരും വാങ്ങുന്നവരുമുള്ള ഒരു സമൂഹത്തിൽ കേസും വ്യവഹാരവും ഉണ്ടാവുമല്ലോ. അങ്ങനെ ഈ മുടിക്കച്ചവടം കേസായി. കാന്തപുരം വാങ്ങിയ മുടിയും കേസിൽപ്പെട്ടു. ആ കേസിൽ കാന്തപുരത്തിന് അനുകൂലമായി കേരള സർക്കാർ ഒരു സത്യവാങ്മൂലം നൽകി. ആ സത്യവാങ്മൂലത്തിനെതിരെ സമസ്ത റോഡിലിറങ്ങി. അപരാധികളെ ശിക്ഷിക്കൂ, അപരാധികളെ ശിക്ഷിക്കൂ. ഹബീബിനെ നോവിച്ചാൽ, ഹബീബിനെ നോവിച്ചാൽ ചോരത്തിലക്കും വോട്ടോളൂ, ചോരത്തിലക്കും വോട്ടോളൂ. കൈകോർക്കുന്നു, അണിചേരുന്നു, കൈകോർക്കുന്നു. നീതിക്കായി നന്മക്കായി, നീതിക്കായി നന്മക്കായി. ഹബീബിനെ നോവിച്ചാൽ അധികാരത്തിൽ അതിവാഹത്തിന് പാദം പടിഞ്ഞാൽ ഇത്രത്തോളമായപ്പോഴാണ് പാണക്കാട്ട് യോഗം ചേർന്നതും തെറ്റിദ്ധാരണകളെല്ലാം തട്ടി നീക്കിയതും. എല്ലാം നീങ്ങിയെങ്കിലും സമസ്തയുടെ കിടാങ്ങൾ ഉയർത്തിപ്പിടിച്ച ആ പ്ലക്കാർഡിലെ സംശയം ഡെമോക്രസിയുടെ മുന്നിൽ ഇപ്പോഴും ബാക്കിയാണ്. ഏതാണ് വലുത്, വോട്ട് ബാങ്കോ ബാങ്ക് അക്കൗണ്ടോ? ഉത്തരം കിട്ടാത്ത ഈ കടങ്കഥ ഇവിടെ അവസാനിക്കുകയാണ്. ഇനി കാണും വരെ നന്ദി, നമസ്കാരം.